ഹായ്, എല്ലാവർക്കും ഡിയോൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ് കേട്ടോ. നമുക്കൊരു നാടൻ രസം വെച്ചാലോ? അതിനാവശ്യമായ സാധനങ്ങൾ ഇതൊന്ന് ചതച്ചെടുക്കുന്നതാണ്. കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 8 ചെറിയ കഷ്ണം ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു 15 ഗ്രാമോളം വരുന്ന ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വരുന്ന വാളൻപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിനി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നതിനകത്ത് ഒരു ചട്ടി അടുപ്പത്ത് ഞാൻ വെച്ചു. ഇതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്തൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ടു. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അധികം കരിഞ്ഞു പോകരുത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി നിങ്ങൾക്ക് വേവിക്കാതെയും ഉപയോഗിക്കാം. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി ഞാനൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളി ഞാനൊന്ന് 2 മിനിറ്റ് വേവിച്ചു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്, വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1 കപ്പും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തു കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പുളിയുടെ അനുസരിച്ചിരിക്കും ഉപ്പ് ചേർക്കുന്നത്. ഉപ്പൊക്കെ പാകത്തിന് ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം തിള വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ
തിളപ്പിക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വിട്ടുപോയതാണ് ചേർക്കാൻ. അങ്ങനെ രസം നന്നായിട്ട് തിളച്ചു. അതിലേക്ക് ഇനി അവസാനമായിട്ട് ഒരു ചെറിയ പിടി മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ലീഫാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇലയ്ക്ക്. ഇത് ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. മല്ലിയിലയെ പോലെ തന്നെയാണ്. അങ്ങനെ രസം റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്.